പ്രഭാകരൻ ഉദിച്ചുയർന്നു. തൻ പ്രഭയോടെ വിളങ്ങുമീ പ്രഭാതം. പ്രഭാകരൻ ഉദിച്ചുയർന്നു. തൻ പ്രഭയോടെ വിളങ്ങുമീ പ്രഭാതം. പ്രഭാതകാലേ വണങ്ങുന്നു ഞാൻ പ്രഭയേറുമെൻ നാഥനെ. പ്രാർത്ഥന നിരതനായി നിൽപ്പു ഞാൻ നാഥനെ. പ്രാർത്ഥന നിരതനായി നിൽപ്പു ഞാൻ നാഥനെ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിലെ വചനചിന്തയ്ക്കായി ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ തനിക്ക് പ്രശംസിപ്പാൻ ധാരാളം വകയുള്ള ഒരു മനുഷ്യനായിരുന്നു. നാം വചനത്തിൽ വായിക്കുന്നത്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്നിങ്ങനെ നീണ്ടുപോകുന്നു തൻ്റെ സ്ഥാനമാനങ്ങൾ. എന്നാൽ ഇവയൊക്കെയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിമിത്തം താൻ ഛേദമെന്നെണ്ണി ചപ്പും ചവറുമായി കണ്ടു. തൻ്റെ ജീവിതത്തിൽ പ്രശംസിക്കുന്നു എങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമായി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും ശാപകരമായ നിന്ദനീയമായ ക്രൂശ് വിശുദ്ധ പൗലോസിന് ദൈവമക്കൾക്ക് പ്രശംസയായിത്തീരുന്നത്? അതറിയണമെങ്കിൽ കാൽവരി ക്രൂശിലേക്ക്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. അവിടെയാണ് മനുഷ്യന്റെ പാപവും ദൈവത്തിൻ്റെ നീതിയും തമ്മിൽ ഏറ്റുമുട്ടിയത്. അവിടെയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയോടൊപ്പം മനുഷ്യനോടുള്ള തൻ്റെ മഹാസ്നേഹത്തെ വെളിപ്പെടുത്തിയത്. അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ മഹാകരുണയാൽ മനുഷ്യന്റെ മേലിരുന്ന നിത്യമരണമെന്ന ന്യായവിധിക്ക് പരിഹാരമുണ്ടാക്കി ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി ജീവനുള്ള പുതുവഴിയെ എന്നേക്കുമായി തുറന്നു തന്നത്. പ്രിയപ്പെട്ടവരെ, കാൽവരി ക്രൂശിൽ ഒഴുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താലാണ് നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ചത്. നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് തൻ്റെ പ്രാണനെ ക്രിസ്തു ക്രൂശിൽ യാഗമായി അർപ്പിച്ചത്. ഏറ്റവും ശാപകരമായ ക്രൂശുമരണം ക്രിസ്തു നമുക്ക് വേണ്ടി വഹിച്ചതുകൊണ്ടാണ് നമ്മുടെ ശാപം നീങ്ങിയത്. ആ ക്രൂശിലൂടെയാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഉറവ തുറക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത് എന്ന്. നമുക്കും പൗലോസിനോട് ചേർന്ന് പറയാം, പാട്ടുകാരൻ പാടിയതുപോലെ, എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. നമുക്ക് സ്തോത്രം ചെയ്യാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശാപത്തെ അങ്ങ് നീക്കി അനുഗ്രഹിച്ചതിനാൽ നന്ദി. ഞങ്ങളുടെ മരണത്തെ അങ്ങയുടെ മരണത്താൽ നീക്കിയതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് ദൈവമക്കളെന്നുള്ള അവകാശവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണം അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവാണല്ലോ. തൻ്റെ ക്രൂശുമരണമാണല്ലോ. അതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സകല സ്തുതിസ്തോത്ര ബഹുമാനങ്ങളും യേശുക്രിസ്തു മുഖാന്തരം തിരുമുമ്പിൽ അർപ്പിക്കുന്നു. സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവീക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയ നാദം